ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 18 ബുധനാഴ്ചയാണ്. നിഫ്റ്റി വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000 ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നലെയും ആ ഒരു ലെവൽ അവിടെ നിന്ന് നല്ല സെല്ലിംഗ് പ്രഷറാണ് നിഫ്റ്റിക്ക് നേരിടേണ്ടി വന്നത്. ഇനി ഇന്ത്യൻ വിപണിയിൽ ഇന്നലെ മിഡ് ക്യാപ്പ് ആയിരുന്നു കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. ഇനി ഇന്നലത്തെ ഈവനിങ് പോഡ്കാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു ചില സെക്ടറുകൾ നമ്മൾ പ്രത്യേകം ഇനിയൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും ആ വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമ്മൾ അതിന്റെ ലിങ്ക് കൂടി ഒന്ന് പിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം 5ാം ദിവസം തുടർന്നതോടെ ചൊവ്വാഴ്ച US ഓഹരികൾ വീണ്ടും നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇന്നലെ US മാർക്കറ്റുകൾ ഇടിയാനുണ്ടായ ഒരു കാരണം US സൈന്യം മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയക്കുന്നുണ്ടെന്ന് 3 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇതോടെ ടെക് ഓഹരികളാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. 0.9% നാസ്ഡാക്ക് ഇടിയുകയുണ്ടായി. ഡൗ ജോൺസ് 0.7%, S&P 500 0.8% ഇടിവും ഉണ്ടാക്കി. ഇനി US ഇന്ന് ക്രൂഷ്യലായിട്ട് ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യുന്ന ഒരു ഇവന്റ് ഉണ്ട്. അത് ഫെഡറൽ റിസർവ് പോളിസി മീറ്റിംഗ് ആണ്. അതിന്റെ തീരുമാനം ഇന്ന് വൈകുന്നേരമാണ് വരിക. ഏതായാലും അതിലെ തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ US മാർക്കറ്റിൽ നേട്ടമുണ്ടാക്കിയത് ഡിഫൻസ് ഓഹരികൾ തന്നെയായിരുന്നു. നമ്മുടെ ഇവിടെയും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലും ഡിഫൻസ് ഓഹരികൾ തന്നെയാണ് നേട്ടമുണ്ടാക്കിയത്. ഇന്നലെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രസ്താവന വരുന്നത്. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാന്റെ നിരുപാധിക കീഴടങ്ങൽ എന്നൊരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതാ US മിഡിൽ ഈസ്റ്റിലേക്ക് ഫൈറ്റർ ജെറ്റുകൾ അയക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതായത് US ഈ യുദ്ധത്തിൽ കൂടുതലായിട്ട് ഇടപെടുന്നു എന്നുള്ള സൂചനകളാണ് ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നത്. അതും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.43% ഇടിഞ്ഞപ്പോൾ വിപ്രോ 0.66% ഇടിഞ്ഞത്. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 1.15% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 1.14% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡിയാണ് ഇന്നലെ ഫോക്കസിൽ ഉണ്ടായിരുന്നത്. നമ്മളത് ഇന്നലത്തെ ഈവനിങ് പോഡ്കാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിരുന്നതാണ്. ഡോക്ടർ റെഡ്ഡി 3% ഇടിഞ്ഞത്. കൂടാതെ ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ വിപണികൾ ഇടിവിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US യൂറോപ്യൻ ഫ്യൂച്ചേഴ്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. മറ്റ് അസറ്റ് ക്ലാസുകളിൽ ബിറ്റ്കോയിൻ ഏകദേശം 4% ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്. $104,000 ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് 0.2% ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 73,600 രൂപയാണ്. ഇനി സിൽവർ 13 വർഷത്തെ ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. MCXൽ സിൽവർ 107,000 എന്ന റെക്കോർഡ് ഹൈ കൂടി ടച്ച് ചെയ്തിരുന്നു. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക് കോഴ്സിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ മുഖ്യമായിട്ടുള്ള മറ്റൊരു വാർത്തയുള്ളത് NSE F&O എക്സ്പയറി ചൊവ്വാഴ്ചയിലേക്കും BSEയുടെ എക്സ്പയറി വ്യാഴാഴ്ചയിലേക്കും മാറ്റുന്നു. അതായത് NSEയുടെ എക്സ്പയറി ചൊവ്വാഴ്ചയും BSEയുടെ എക്സ്പയറി വ്യാഴാഴ്ചയിലേക്കും സെപ്റ്റംബർ മുതലാണ് മാറ്റുന്നത്. ഇത് പ്രാബല്യത്തിൽ വരുന്നത് 2025 സെപ്റ്റംബർ മുതലായിരിക്കും. അതുവരെ ഓഗസ്റ്റ് 31 മുൻപ് അവസാനിക്കുന്ന എക്സ്പയറികളിലെ കാലാവധി അനുസരിച്ച് തന്നെയായിരിക്കും തുടരുന്നത്. ആശയക്കുഴപ്പം കുറയ്ക്കാനും വിപണിയിലെ ചാഞ്ചാട്ടം നിയന്ത്രിക്കാനും ഈ നീക്കം ലക്ഷ്യമിടുന്നു. ഏതായാലും NSE ഇതുവഴി നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത്. അതായത് 2024 നവംബർ മാസത്തിൽ ഏകദേശം 75.8% മാർക്കറ്റ് ഷെയർ ആയിരുന്നു NSEക്ക് ഉണ്ടായിരുന്നത്. BSEക്ക് ആണെങ്കിൽ 24.2%. അതിപ്പോൾ മെയ് മാസം 2025 മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ NSEയുടെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞ് 63.5%, BSEയുടെ മാർക്കറ്റ് ഷെയർ വർദ്ധിച്ച് 36.5% എത്തി നിൽക്കുകയാണ്. അതായത് 6 മാസത്തെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ NSEയുടെ മാർക്കറ്റ് ഷെയറിൽ നല്ല ഇടിവുണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് NSE നേട്ടമുണ്ടാക്കാനുള്ള ചില കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രേഡേഴ്സ് എപ്പോഴും ഏർലി എക്സ്പയറിയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. അതായത് വ്യാഴാഴ്ച ഉണ്ടായിരുന്ന NSEയുടെ എക്സ്പയറി ചൊവ്വാഴ്ചയിലേക്ക് മാറുമ്പോൾ അത് അവരുടെ ട്രേഡിംഗ് വോളിയത്തിൽ വലിയ വർധന ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ലിക്വിഡിറ്റി കൂടുന്നതും വൊളറ്റാലിറ്റി കുറയുന്നതും മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമായിട്ടാണ് F&O ട്രേഡേഴ്സ് കാണുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം വേദാന്ത എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട വാർത്ത. CNBC TV18 റിപ്പോർട്ട് പ്രകാരം ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിന്റെ പ്രൊമോട്ടറായ വേദാന്ത ബ്ലോക്ക് ഡീലുകൾ വഴി 7,500 കോടി രൂപ വരെ ഓഹരികൾ വിൽക്കാൻ പദ്ധതിയിടുന്നു. അടുത്തത് റെയിൽടെൽ എന്ന കമ്പനിയാണ്. 43.99 കോടി രൂപയുടെ പദ്ധതിക്കായി സോളാർ ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് റെയിൽടെലിന് ലെറ്റർ ഓഫ് ഇന്റന്റ് ലഭിച്ചിരിക്കുന്നു.
അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന കമ്പനിയാണ്. തങ്ങളുടെ അസോസിയേറ്റ് കമ്പനിയായ ഇന്ത്യ SME അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയിലെ 20.90% ഓഹരികൾ 34 കോടി രൂപയ്ക്ക് കമ്പനി വിറ്റു. അടുത്തത് ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ് എന്ന കമ്പനിയാണ്. കമ്പനി ജൂൺ 18 മുതൽ 10 മുതൽ 12 ദിവസത്തേക്ക് കാർദ വർക്ക്സ് യൂണിറ്റിലെയും മെയിൻ പ്ലാന്റിലെയും NBF ഉൽപാദന സൗകര്യം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. അടുത്തത് പോളിക്യാബ് ഇന്ത്യയാണ്. ഗ്രാമീണ ഇന്ത്യയിലേക്ക് ഇന്റർനെറ്റ് എത്തിക്കുന്ന നവീകരിച്ച ഭാരത് നെറ്റ് പദ്ധതിക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി പോളിക്യാബ് ഇന്ത്യയുമായി BSNL 6448 കോടി രൂപയുടെ പുതിയൊരു കരാറിൽ ഒപ്പുവെച്ചു. അടുത്തതായി അബൈറ്റാസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. 1:1 എന്ന അനുപാതത്തിൽ ബോണസ് ഷെയർ ഇഷ്യൂ കമ്പനി പ്രഖ്യാപിച്ചു. അടുത്തത് EMS എന്ന കമ്പനിയാണ്. കമ്പനിക്ക് 184 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ABFRL, BSoft, CDSL, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഹഡ്കോ, IREDA, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക്, ടിറ്റാഗ്ര റെയിൽ തുടങ്ങിയവയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് ഇന്ന് പറയാനുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതൽ പഠിച്ചു പോകാൻ കഴിയുന്ന നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക് കോഴ്സിന്റെ പുതിയ ഒരു വീക്കെൻഡ് ബാച്ച് കൂടി നമ്മൾ ആരംഭിക്കാൻ പോകുന്നുണ്ട്. വീക്കെൻഡിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതലൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ ആരംഭിക്കുക. നമ്മുടെ വിദേശ രാജ്യങ്ങളിലും കൂടാതെ മറ്റ് രാജ്യങ്ങളിലും ഒക്കെയുള്ള ധാരാളം സുഹൃത്തുക്കൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു റെഗുലർ ബാച്ചിൽ ഒരു ടൈമിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒരു വീക്കെൻഡ് ബാച്ച് കൂടി നമ്മൾ ആരംഭിക്കുന്നത്. കൂടാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ബാച്ചുകളിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഓൺലൈൻ ബാച്ചുകളിലോ വീക്കെൻഡ് ബാച്ചുകളിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 1483 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIS ആവട്ടെ 8207 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS 4 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷമാണ് ഇന്നലെ ബൈ ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.35% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 0.61% നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,802.50 എന്ന നിലയിൽ 60 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ 60 മുതൽ 70 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 24,853-ൽ 93 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ വളരെ ക്രൂഷ്യലാണ് എന്ന് തോന്നി. കാരണം ഇന്നലെയും അവിടെ ടച്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് റിവേഴ്സ് ചെയ്യുകയുണ്ടായി. അതായത് മെയ് 15, മെയ് 23, ജൂൺ 6 എന്നീ തീയതികളിലാണ് ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തത്. അതിനുശേഷം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ജൂൺ 9-ാം തീയതി ആ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. പക്ഷേ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. അതിനുശേഷം പിന്നീട് താഴെ വരുന്നതാണ് കണ്ടത്. ഒടുവിൽ ഇന്നലെയും ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ടച്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഡൗൺ ആവുകയുണ്ടായി. ഇനി നിഫ്റ്റി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24,800-810 ലെവലിലാണ് 20-ഡേ EMA ഉള്ളത്. കൂടാതെ ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ലെവലുള്ളതും 24,840 ലെവലിലാണ്. അപ്പോൾ നമ്മൾ ഡൗൺ സൈഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 ലെവലുകൾ ഇത് തന്നെയാണ്. ഇനി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,700, അതായത് തിങ്കളാഴ്ചത്തെ ലോ വളരെ ക്രൂഷ്യൽ ആവാൻ സാധ്യതയുണ്ട്. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,500, 24,400 ലെവൽ ഒരു മുഖ്യമായിട്ടുള്ള സോൺ ആവാൻ സാധ്യതയുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 25,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,200 സ്ട്രൈക്കിൽ, അതിനുശേഷം 25,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500, അതിനുശേഷം 24,800 സ്ട്രൈക്ക്, അതിനുശേഷം 24,600 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,800-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. അതും 24,800 സ്ട്രൈക്കിൽ 5% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 7% വർധനവ് കുറച്ചുകൂടി വലിയ ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 24,750 സ്ട്രൈക്കിൽ 21% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 1% മാത്രം വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,850 സ്ട്രൈക്കിൽ 52% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 254% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ഏതായാലും 20-ഡേ EMAയ്ക്ക് മുകളിലായിട്ട് ട്രേഡ് ചെയ്യുന്നു എന്നതൊരു പോസിറ്റിവിറ്റി ആണെങ്കിലും ചെറിയ നെഗറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ഇപ്പോഴും ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,714-ൽ 231 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ
10-20 ഡേ EMIകൾക്ക് താഴെയായിട്ടാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷനിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അപ്സൈഡിലെ ആ ഒരു ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,360 ലെവലാണ്. അപ്സൈഡിൽ 55,970 പ്രധാനപ്പെട്ട മറ്റൊരു ലെവലാവാനും സാധ്യതയുണ്ട്. ഇനി വെറും 799 രൂപയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. കൂടാതെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അത്തരത്തിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.